വയനാട് ചൂരൽമല പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്. വെള്ളാർമല സ്കൂളിലേക്കുള്ള റോഡ് ഭാഗികമായി മുങ്ങിയിട്ടുണ്ട്. സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന് താഴെ വെള്ളം കയറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, മുമ്പ് വലിയൊരു ദുരന്തം നടന്ന ഇടമാണ്. അവിടെ അതിശക്തമായി ഓരോ മഴ പെയ്യുമ്പോഴും അവിടെ ആളുകളുടെ നെഞ്ചിടിപ്പ് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെയും കനത്ത മഴ തുടരുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് സുർജിത്ത്? തീർച്ചയായും റിജിത്ത്, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വലിയ സങ്കീർണമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് ചൂരൽമലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും ഈ ചൂരൽമല സ്കൂൾ റോഡിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടുള്ളത്. സ്കൂൾ റോഡ് അവിടെ ജനവാസമില്ലെങ്കിലും ആ മേഖലയിലേക്ക് വെള്ളം കയറി വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പെയ്ത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുകളിൽ നിന്ന് വെള്ളം ഒലിച്ച് ആ ചൂരൽമല സ്കൂൾ റോഡ് ഏതാണ്ട് പൂർണ്ണമായും വെള്ളക്കെട്ടിൽ അമരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ ആ വഴി പോയതാണ്. ചൂരൽമലയിലേക്ക് ഇന്നലെ പോയപ്പോൾ അവിടെ സ്കൂൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ അവിടെ വെള്ളം ഇരച്ചു വരുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മൾ അവിടെ നിന്ന് സുരക്ഷിതമായി മാറുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ഈ കനത്ത രീതിയിൽ മഴപ്പെയ്ത്ത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബെയിലിപ്പാലത്തിന് തൊട്ട് താഴെ വരെ വെള്ളം കയറി ഒലിച്ച് പോകുന്നൊരവസ്ഥയാണുള്ളത്. ആ പ്രദേശത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നു. അതായത് പുഴ സ്വാഭാവികമായ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി മണ്ണ് കൂട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ മണ്ണെല്ലാം തന്നെ ഒലിച്ച് ഇതിനകം തന്നെ പോയിട്ടുണ്ട്. മാത്രമല്ല, വൈദ്യുതി പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥ. 3 ദിവസമായി തുടർച്ചയായി വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ ചൂരൽമലയിലുണ്ട്. കാരണം അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അതായത് മറ്റ് മേഖലകളിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ബുദ്ധിമുട്ടുമാണ് അനുഭവിക്കുന്നത്. അതായത് നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. വീണ്ടും ആ ദുരന്തം ഉണ്ടായതിന്റെ ആ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരവസ്ഥ അത് കാണുകയാണ്. വലിയ രീതിയിലുള്ള ശരി, കേരളത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ദുരന്ത ഭൂമിയാണത്. അവിടെ ഇപ്പോൾ അതിശക്തമായി മഴ പെയ്യുന്നുണ്ട്. പുഴയിൽ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലേക്കുള്ള റോഡ് ഭാഗികമായി മുങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.